പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മക്കളെ നിങ്ങൾ 41 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ പ്രവേശിച്ചിരിക്കുന്ന മക്കളെ, നിങ്ങളെല്ലാ നിയോഗങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ, സക്രാരിയിൽ വസിക്കുന്ന ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. യേശുവേ, എഴുന്നള്ളി വരണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ദിവികാരുണ്യനാഥനെ നമുക്ക് ധ്യാനിച്ച് അല്ലെങ്കിൽ കണ്ട് കർത്താവിനെ കണ്ണുകൾ തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഏത് ബന്ധനങ്ങളും ഏത് അന്ധകാര ശക്തികളും കർത്താവ് എടുത്ത് മാറ്റുന്നു. അത്ഭുത രോഗസൗഖ്യം കിട്ടുന്നു, ആന്തരിക സൗഖ്യം കിട്ടുന്നു. പഴയ നിയമത്തിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹന വലിയ വസ്തുക്കളെ വിശദീകരിക്കുന്ന പോലെ നമ്മൾ സമർപ്പിക്കുന്ന ഏതൊരു കാഴ്ച വസ്തുക്കളും നിയോഗങ്ങളും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷമാണ് ഏതൊരു വിശുദ്ധ കുർബാനയിലും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ. വിശുദ്ധ കുർബാന ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാനീ ചെയ്തതുപോലെ ഉദാശവചനങ്ങൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും നമുക്ക് പഠിക്കാനും ധ്യാനിക്കാനുള്ളതാണ് വിശുദ്ധ കുർബാന. അതായത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കുദാശവചനം കഴിഞ്ഞ് തുടർന്നുള്ള പ്രാർത്ഥന. ദൈവത്തിൻ്റെ മക്കളെ, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കാത്തതായിട്ടൊന്നും തന്നെയില്ല. ഈ കുദാശവചനങ്ങൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ സത്യയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. അതിനെയാണ് സഭാപിതാക്കന്മാർ അതീവ പരിസ്മൃതി എന്ന് പറയുന്നത്. അത്രയും നേരം വെറും മുന്തിരിനീരായിരുന്നത് ഗോതമ്പപ്പമായിരുന്ന യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുകയാണ്. കർത്താവിൻ്റെ മക്കളെ, നമ്മുടെ ധ്യാനത്തിന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു 7 മണിക്കൂറത്തോളം കുർബാനയെക്കുറിച്ച് മാത്രം ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രഘോഷിച്ച് കഴിയുമ്പോൾ ഞാൻ കാണാറുണ്ട്, ആ ബലിയർപ്പണം കഴിഞ്ഞ് കഴിയുമ്പോൾ പലപ്പോഴും ദിവ്യകാരുണ്യനാഥൻ യേശുവിൻ്റെ രക്തവും മാംസമായി മാറാറുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ഒത്തിരി പ്രാവശ്യം. ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ആലയമായ നമ്മൾ ഓരോരുത്തരും എത്ര കുർബാനയെ സ്നേഹിക്കുന്നുണ്ട്. ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, ബലിയർപ്പിക്കുന്ന ഓരോ മക്കളോട് ഒന്ന് ചോദിച്ചാൽ അവർ പറയും. നിങ്ങൾക്കറിയാമോ, ഡെയിലി വിശുദ്ധ കുർബാന ബലിയർപ്പിച്ച് അവർ നോക്കുമ്പോൾ അവരുടെ മുഖത്ത് എത്രമാത്രം ദൈവിക തേജസ്. സകലമാൻ അവരോട് ചോദിക്കുക, ഒരു ദിവസം നിങ്ങൾക്ക് ബലിയർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ ഭയങ്കര നഷ്ടമായ ഒരു അനുഭവമാണ്. ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മോളെ, നിങ്ങൾക്ക് നിത്യജീവൻ കരസ്ഥമാക്കാൻ പോവുകയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കില്ല, അവൻ മരിച്ചാലും ജീവിക്കും. തന്നെയല്ല, ഓരോ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പാപമോചനം തന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, ദിവ്യകാരുണ്യം സ്വീകരിച്ച് പാവമില്ലാത്ത ശരീരത്തോട് വെറുപ്പം വിദ്വേഷമില്ലാത്ത ആത്മാവോട് ആഴമേറിയ വിശ്വാസത്തോടെ പല വിചാരം കൂടാതെ ദൈവത്തെ നമ്മൾ ബലിയർപ്പിച്ച് യേശുവോട് ചേർന്ന് ഒരു സക അർപ്പകനായി നമ്മൾ ബലിയർപ്പിച്ച് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ മോളെ, നമ്മൾ വേറൊരു തലത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇതെത്ര മക്കള് അറിയുന്നുണ്ടെങ്കിൽ പോലും, അറിയാം എന്നാലും എത്ര മക്കൾക്ക് ബോധ്യമുണ്ട്? ബോധ്യത്തോടെ വിശുദ്ധ കുർബാന. ഞാൻ പറയും, ഞാൻ ഈശോ എന്നിലൂടെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആർത്തിയോടെ ബലിയർപ്പിക്കാമാണ്. ആർത്തി, ആഗ്രഹമല്ല, ആവശ്യമല്ല, ഇഷ്ടത്തിനല്ല, ആർത്തിയോടെ. ഞാൻ കാണാറുണ്ട്, ഞാനൊക്കെ കാർ എടുക്കണമെങ്കിൽ മുമ്പ് എൻ്റെ അമ്മ പള്ളിയിലെത്തും. ഞാൻ PT ഉഷയൊക്കെ ഹൈ സ്പീഡാണ്, എന്നാ സ്പീഡ്. എൻ്റെ വണ്ടി നോക്കിയൊക്കൊന്നുമില്ല. ഞാനൊരു 10 മിനിറ്റ് മുമ്പ്, അതാണ്, അല്ലെങ്കിൽ 15-20 മിനിറ്റ് മാക്സിമം കുർബാനയ്ക്ക് ചെല്ലും. പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര സ്പീഡറാണ്. അതാണ് ആർത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ കാര്യമാണ് ഏറ്റവും ആർത്തിയോടെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. വാർദ്ധക്യത്തിലായ വയസ്സായ അപ്പാപ്പനും അമ്മാമ്മമാരും എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ എന്തൊരു പുഞ്ചിരിയോടെ കുർബാനയ്ക്ക് പോവുകയാണ്, പള്ളിയിൽ പോവുകയാണ്. മോളെ, നിന്റെ നിയോഗങ്ങൾ ഏതായിരുന്നാലും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മാതാവിൻ്റെ വിമല ഹൃദയം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം.
ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ഭാവിയായ എന്നെയും ധ്യാനകേന്ദ്രത്തെയും മാതാവിൻ്റെ ഗ്രോട്ടോടവർക്കും 13-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനത്തെയും സമർപ്പിക്കുന്നു. വരാൻ പോകുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവദാസികളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗികളായി കിടക്കുന്ന എല്ലാവരും തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരുടെ ഒരു ദിവസം പോലും മുടങ്ങാതെ കർത്താവേ അവർക്ക് പോകാൻ സാധിക്കുമാറാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ കർത്താവേ. കത്തോലിക്ക സഭയെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ വൈദികരെയും ആഗോള കത്തോലിക്ക സഭയെയും വൈദികരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോയെ, വിശുദ്ധ കുർബാനയിലെ കെട്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ കർത്താവേ. മോനെ, നിൻ്റെ ആവശ്യങ്ങൾ എന്താണോ, നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ നിമിഷം, ഇത് നിൻ്റെ സമയമാണ്, ഇത് നിൻ്റെ സമയമാണ്. ഈ നിമിഷം ബന്ധനങ്ങൾ അഴിയുന്ന നിമിഷമാണ്. പരിശുദ്ധ കുർബാനയിലൂടെ അഴിയാത്ത ബന്ധനങ്ങളൊന്നുമില്ലാന്നേ. എല്ലാം സാധ്യമാണ്, എല്ലാം അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. ഇപ്പോഴത്തെ സമർപ്പിച്ച എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണം കർത്താവേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ നിമിഷം മാതാവിൻ്റെ വിമൃതയും വഴി ഈശോയ്ക്ക് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും യേശുവേ അങ്ങ് നടത്തി കൊടുക്കണേ കർത്താവേ. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവേ. 1001 മലാഖമാർ രക്ഷയുടെ വാളുമായി ഈ മക്കൾക്ക് ചുറ്റും കാവൽ നിൽക്കണമേ കർത്താവേ. ഈശോയെ, വേദനയോടെ കടന്നു വരുന്ന മക്കൾ, വേദനയോടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ, ഇതിൽ സംബന്ധിക്കുന്ന മക്കൾ ആനന്ദത്താൽ കടന്നു വരട്ടെ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മക്കളെ, വലിയ ആർത്തിയോടെ, വലിയ സ്നേഹത്തോടെ, വലിയ ആർത്തിയോടുകൂടെ, വലിയ സ്നേഹത്തോടുകൂടെ കൈകൾ കൂപ്പി മനസ്സ് കർത്താവിലേക്ക് ഉയർത്തി, മോനെ ഭാവിയായ ഞങ്ങൾക്കും ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിനും നിങ്ങളെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, അഭിഷേകം ഞങ്ങളിൽ പടരട്ടെ. ഞങ്ങളുടെ ദൈവദാസൻ്റെ മേലും ആ ധ്യാനകേന്ദ്രത്തിൻ്റെ മേലും അവിടുത്തെ വൈദികരുടെ മേലും എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ മേലും ആസ്വദിക്കപ്പെടട്ടെ എന്ന് മോനെ നിൻ്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഏതൊരു വിശുദ്ധ കുർബാനയിലും സ്വർഗം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, വിശുദ്ധന്മാരുടെ സാന്നിധ്യം, മലാഹമാരുടെ സാന്നിധ്യം, ശ്രാപ്യന്മാരുടെ സാന്നിധ്യം, മുഖ്യദൂതന്മാരുടെ സാന്നിധ്യം ഒരു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മോളെ, കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ ഈ നിമിഷം നിന്നെ സ്പർശിക്കുന്ന നിമിഷം, നീ കിടപ്പ് രോഗിയാണോ, നീ തളർവാദ രോഗിയാണോ, നീ കടക്കണിക്കാരാണോ, അവിടെ എല്ലാവരും വിടുതൽ കൊടുത്ത്, സമ്പത്ത് ആവശ്യമുള്ളവർക്ക് സമ്പത്ത്, ജോലി ആവശ്യമുള്ളവർക്ക് ജോലി, പഠന പരാജയമുള്ളവർക്ക് അതിൽ നിന്ന് മാറ്റി ഒരു വിജയം കൊടുക്കണേ കർത്താവേ. അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നോമെന്നേരവും ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നോമെന്നേരവും ആരാധന. നീ അർപ്പിക്കാൻ പോകുന്ന ദിവ്യബലി, ഈ ദിവ്യബലിയിലും കടന്നു വരുന്ന ഈശോയെ ധ്യാനിച്ച്, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച്, ഈ നിമിഷം കർത്താവിനെ ആർത്തിയോടുകൂടെ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.